ഹലോ, വെൽക്കം ടു ടക്കേഴ്സ് റിച്ച്. നാട്ടിലെല്ലാവരുടെ ഓണം അടിപൊളിയായിരുന്നല്ലേ. ഞാൻ ഒത്തിരി ഫോട്ടോസും റീൽസും വീഡിയോസും എല്ലാം കണ്ടിട്ട് എനിക്ക് തന്നെ കൊതി പറഞ്ഞായിരുന്നു നാട്ടിൽ ഓണം കൂടാൻ. പിന്നെ നമ്മളിവിടെ കൂടിയിട്ടാണ് എല്ലാവരും 2-3 കറിയൊക്കെ ഉണ്ടാക്കി ഓണക്കൊടിയൊക്കെ കൊടുത്ത്. എനിക്ക് കിട്ടിയ കറിയില്ലേ എരിശ്ശേരിയും കൂട്ടുകറിയായിരുന്നേ. ഇത് രണ്ടും ഞാൻ പണ്ട് കൂട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴാണ് പതുക്കെ ഇതെല്ലാം കഴിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാനും ഇപ്രാവശ്യം യൂട്യൂബെല്ലാം നോക്കി ഉണ്ടാക്കി. എനിക്കിഷ്ടമാണ് കറികളൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ ഇതിൻ്റെ കൂട്ടുകാരിൻ്റെ ടേസ്റ്റൊക്കെ എനിക്കങ്ങനെ അത്ര വലിയ പിടിയില്ലായിരുന്നു, എന്നാലും ഉണ്ടാക്കി. നമ്മൾ തിരുവോണത്തിൻ്റെ തലേ ദിവസമാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ ഓണം സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടെ നമ്മളെല്ലാവരും ഒന്ന് പൂക്കളൊക്കെ ഇട്ട് പിന്നെ ഒത്തിരി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ താഴെ ഇലയിലൊക്കെ ഇരുന്ന് പിള്ളേരെ ആദ്യം കഴിപ്പിച്ച്. ഇപ്പം എൻ്റെ പിള്ളേർക്കില്ലേ അവരുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള പ്രായമേ. അങ്ങനെ ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എൻ്റെ പിള്ളേർ മ്യൂസിക് ക്ലാസ്സിന് പോയപ്പം അവിടെ അവരുടെ യുക്ലേലി ടീച്ചറിനോട് അവർ പറഞ്ഞ് തലേ ദിവസം എന്തൊക്കെയാണ് നടന്നത്. ഞങ്ങൾ ഇലയിൽ ചോറ് തിന്നും പിന്നെ നമ്മൾ പൂക്കളൊക്കെ ഇട്ടുന്നു എല്ലാം പറഞ്ഞപ്പോൾ നമ്മൾ നാട് വിട്ട് പുറത്തു പോയി കഴിഞ്ഞാലില്ലേ നമ്മുടെ ഈ ചെറിയ ചെറിയ സെലിബ്രേഷൻസ് എല്ലാം നമ്മുടെ പിള്ളേർക്ക് നമ്മളുടെ കൾച്ചറൽ വാല്യൂസ് റെസ്പെക്റ്റ് ചെയ്യാനും പാസ്റ്റ് കണക്ഷൻസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പണ്ട് കൊച്ചിയിലുണ്ടായിരുന്നപ്പോഴല്ലേ ഓണത്തിൻ്റെ ടൈമിൽ ഓണം ഫെയർ വരും. നമ്മുടെ TDM ഹോൾ ഗ്രൗണ്ടില്ലേ അവിടെയാണ് ഈ ഓണം ഫെയർ. എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ കസിൻസ് എല്ലാവരുമായിട്ട് ഓണം ഫെയർ കാണാൻ പോകും. കുറേ പായസം എല്ലാം കുടിക്കാനും പിന്നെ കുറേ ഇങ്ങനെ ചെറിയ കടകളൊക്കെ ഉണ്ടാവും, സ്റ്റോളുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം കാണുമ്പോൾ ഒരു രസമാണ്. ഇത്തിരിയൊക്കെ മേടിക്കുള്ളൂ, എന്നാലും അവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ പുതിയ സാധനങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഓണം ഇവിടുത്തെ ഓണം സെലിബ്രേഷനെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാ ഇവൻറ്റ് പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഒരു ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ട് നമ്മളെ ഓണത്തിന് മുമ്പ് ഒരു ഫാമിലി ഔട്ടിങ് പോലെ നമ്മൾ ഓസ്ട്രേലിയയിലെ സർക്കസ് കാണാൻ പോയി. അപ്പം നമ്മളുടെ അടുത്ത വീഡിയോയിൽ ഞാൻ ആ സർക്കസിൻ്റെ വിശേഷങ്ങളിടായേ.